ഇതൊക്കെ കുറച്ച് പഴക്കമുള്ള. ഇത് ആക്ച്വലി ഞാൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് പേപ്പർ വെയ്റ്റ്സാ, വേറെ ഒന്നുമില്ല. പക്ഷെ മോർ ദാൻ 70 years ആയിട്ടുണ്ട്. മോർ ദാൻ 70, ഡെഫിനറ്റ്ലി മോർ ദാൻ 70 years ആയി. ഈ വീട് ഇനിയും ഉണ്ട്. ഉണ്ടല്ലോ. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഫാൻ ഞാൻ കണ്ടിട്ടില്ല എവിടെയും. കാണാൻ സാധ്യതയില്ല. ബിക്കോസ് ഇത് പക്ക ആന്റീക്കാണ്. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തുള്ള ഫാൻ തന്നെയാണ്. ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. അതിന്റെ ലീവ്സ് ഒക്കെ മരം കൊണ്ടാണ്. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ടില്ല, സ്പീഡ് കൂട്ടാനുള്ളത് വെച്ചിട്ടില്ല. അതിനെ ബുദ്ധിമുട്ടിക്കേണ്ടാവുന്നുണ്ട്. ഒരു ഒരളവിൽ തിരിഞ്ഞു കാറ്റുണ്ട്. ആ പഴയ ആളല്ലേ. അവരൊക്കെ നോക്കുമ്പം അദ്ദേഹത്തിന് വയസ്സ് കൂടുതൽ. അതാണ്, അത് മാത്രമല്ല. പക്ഷെ എന്നാലും ഇപ്പോഴും നിൽക്കണ്ടല്ലോ ഇങ്ങനെ. അതെ അതെ, ജിമ്മനായിട്ട് നിൽക്കുന്നുണ്ട്. ചേട്ടന്റെ പോലെ തന്നെ. അപ്പൊ എന്നെ ആന്റിക്കാക്കി. ഓക്കെ അല്ലാട്ടോ. ഓക്കെ, ഇനി ഈ ഫാനുകളോ? അപ്പോ അത് നോർമൽ ഫാനാണ്, കണ്ടാൽ തന്നെ അറിയാലോ. പ്രേക്ഷകരെ എന്നെ തെല്ലും വല്ലതും പറഞ്ഞ ഇത് വളരെ പഴക്കമുള്ള പ്രാചീന ഫാനാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ എന്ന്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ലൈബ്രറി ഫീൽ ആണ് കിട്ടുന്നത്. ചേട്ടൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്റെ വൈഫ് എപ്പോഴും കളിയാക്കാറുള്ളത് രണ്ട് കാര്യത്തിന് മാത്രം. ഞാൻ എന്നെ പറയാം എല്ലാം നാളെ എന്ന് പറയും. ഞാൻ ലോട്ടറി ടിക്കറ്റ് കാരനെന്ന് പറയാൻ, ലോട്ടറി ടിക്കറ്റ് വെക്കാൻ പോണ ആളെന്നാണ് എന്നെ വൈഫ് പറയാം. ഷോപ്പിങ്ങിന് പോകാൻ പറഞ്ഞാൽ നാളെ പോവാ, അമ്പലത്തേക്ക് പോവാ പറഞ്ഞാൽ നാളെ പോവാ പറയും. പക്ഷെ പുസ്തകം വാങ്ങാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനാണോ ഇപ്പൊ പോവാ പറയും. അപ്പൊ ആ വൈഫ് പറയുന്നത് ഈ രണ്ട് കാര്യത്തിൽ മാത്രമേ നീ ഓക്കെ എന്ന് പെട്ടെന്ന് പറയാറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് എന്റെ മാത്രമല്ല, 4 ജനറേഷൻസിന്റെ കളക്ഷൻ ഉണ്ട്. ആക്ച്വലി എന്റെ മുത്തശ്ശൻ അസാധ്യമായിട്ട് വായിക്കുന്ന ആളാണ്. എന്റെ അങ്കിൾസ്, അച്ഛൻ, അമ്മ, അങ്കിൾസ് എല്ലാവരും. അപ്പൊ അവരുടെ കളക്ഷൻ ഉണ്ട്, എന്റെ കളക്ഷൻ ഉണ്ട്, എന്റെ മക്കളുടെ കളക്ഷൻ ഉണ്ട്. മക്കൾ നന്നായിട്ട് വായിക്കും, 3 പേരും വായിക്കും. അപ്പൊ അങ്ങനെ 4 തലമുറയുടെ കളക്ഷൻ ഇതിൽ കാണാം. ഇതിപ്പോ അത്രയും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി പുറത്തേക്ക് വീണോണ്ടിരിക്കുക കേട്ടോ. അത്രയും സാധനം. ഇത് ആക്ച്വലി വളരെ പഴയ കളക്ഷനാണ്. ഇത് മുത്തശ്ശന്റെ കാലത്തുള്ള കളക്ഷനാണ്. ഇതും അതെ, ഡോക്ടർ ജെക്കൈൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നൊക്കെ എന്താ പറയുക, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോട് താല്പര്യമുള്ളവർക്ക് അറിയാം. ഏറ്റവും പഴയ ബുക്സിലുള്ള കളക്ഷനിൽ പഴയ എഡിഷൻസ് ആണ് ഇതൊക്കെ. 1940s 1930s എഡിഷൻ ആണ് ഇതൊക്കെ. പിന്നീട് താഴെ വരും തോറും ഇത് കുറച്ച് റെഫറൻസ് ബുക്സ് ആണ് ഈ ബീറോന്റെ ഉള്ളിലുള്ളത് കൂടുതൽ. അവിടെ കുറേയും കൂടി എന്താ പറയുക, എല്ലാവരും ഉണ്ട്. MT വാസുദേവൻ സാറും. പിന്നെ മലയാളം ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് ഞാനൊക്കെയാണ് മലയാളം കളക്ഷൻ തുടങ്ങിയത്. ബിക്കോസ് അടിപൊളിയായിട്ട് മലയാളം പറയണമല്ലോ, ജനിച്ച് ജീവിച്ചു വളർന്ന പാലക്കാടാണ്. അല്ലെങ്കിൽ പാലക്കാട്ടുകാരെന്നെ മലയാളം വായിക്കും ചെയ്യും. പിന്നെ എഴുതാൻ വായിക്കല്ലേ ചെയ്യും. എന്റെ വൈഫ് മലയാളിയാണ്. അപ്പൊ അവളുടെ അടുത്ത് ആദ്യം കല്യാണം അയക്കണോ പഞ്ചാരടിക്കുമ്പോ അതെങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല, ഞാൻ കുഞ്ഞു പഞ്ചാരടിക്കാൻ ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ആന്റിക്കല്ല. ഓക്കെ, അപ്പം ഇത് ഈ ബുക്കൊക്കെ ഭയങ്കര പഴയ തോന്നുന്നുണ്ട്. ഇതാണ് ആ കളക്ഷനിൽ ഉണ്ടായിരുന്ന ബുക്സ് ആണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചിലത് റെഫറൻസ് ബുക്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇത് ഇൻവിറ്റേഷൻ ടു ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്ന പഴയ ഒരു എഡിഷനാണ്.